നിന്നോട് ആരെങ്കിലും എവിടേക്കാ പോയെന്ന് ചോദിച്ചാ സീതമ്മയുടെ കൂടെ പോയതാണെന്നേ പറയാവൂ കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ സംസാരിച്ചോളാം. മറ്റൊന്നും നീ പറയാൻ നിൽക്കണ്ട. ഓക്കേ സീതമ്മ. ഇതെന്താ മാഡം, സീതയും സിഹിയും തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ വന്നല്ലോ. വീട്ടിലേക്ക് വന്നെന്നോ? ഏട്ടോ രുദ്രപ്രതാപ്, ഒരു കാര്യം പോലും തനിക്ക് മര്യാദയ്ക്ക് ചെയ്യാനാവില്ലേ? നിന്നെയൊക്കെ വിശ്വസിച്ച എന്നെ പറഞ്ഞ മതിയല്ലോടാ. സീതമ്മ. ആ മോളെ. പ്ലീസ്, എനിക്ക് ദാഹം തോന്നുന്നു. മോളെ നീ പോയി പ്ലീസ് വെള്ളം കുടിച്ചിട്ട് വരാവോ? ഞാൻ അപ്പോഴത്തേക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കട്ടെ. ആ വായി തോന്നുന്ന വിളിച്ചു പറയരുത്, മര്യാദയ്ക്ക് സംസാരിക്കുക. ഞാൻ ഏൽപ്പിച്ച കാര്യം മര്യാദയ്ക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ സംസാരിക്കണ്ടായിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആ സിഹി ജീവനോട് ഈ വീട്ടിലേക്ക് വരരുതെന്ന്. കാര്യം അറിയാതെ തിളക്കരുത്. സീതയും സിഹിയും ക്യാബിൽ വരുന്ന സമയത്ത് ആക്സിഡന്റ് നടന്നിരുന്നെങ്കിൽ അവരുടെ ജീവനൊപ്പം മറ്റൊരു ജീവൻ കൂടെ പോയേനെ. അത് ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ ഒന്നും ചെയ്യാതിരുന്നത്. നിങ്ങൾക്ക് സംസാരത്തിലുള്ള ബുദ്ധി മാത്രമേ ഉള്ളൂ, പക്ഷെ പുറത്ത് ഫീൽഡിലുള്ള ബുദ്ധി അതല്ല. എപ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. How dare you? Hey, സംസാരിക്കുന്നത് ആരോടാണെന്ന ബോധം ഉണ്ടാവണം നിനക്ക്. ഞാൻ ഉപ്പ് തിന്ന അത്രയും നീ വെള്ളം കുടിച്ച് കാണില്ല. ഇതൊക്കെ നീ ഇപ്പൊ കണ്ടു തുടങ്ങിയല്ലേ ഉള്ളൂ. ഞാനിത് അരച്ച് കലക്കി കുടിച്ചവളാണ്. എന്റെ സ്നേഹം തട്ടിയെടുത്തതിന് ആ വാണിയെ അവസാനിപ്പിച്ചത് തന്നെ ഞാനാടാ. വാണി എന്ന് പറഞ്ഞ എന്റെ അമ്മ, നിന്റെ മുത്തശ്ശിയാണ് അവര്. അപ്പൊ എന്റെ ആസ്തിക്ക് മന്ദസിന് തടസ്സം നിൽക്കുന്നവളെ ഞാനങ്ങനെ വെറുതെ വിടണമെന്നോ? നീ അവിടെ എന്ത് ചെയ്ത് തൊലയ്ക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് നടന്നിരിക്കണം. ഇല്ലെങ്കിൽ നീ ഒരിക്കലും ബാക്കിയുണ്ടാവില്ലട. ഡോക്യുമെന്റ്സ് കിട്ടി. എന്ത് പറ്റി ഇവൾക്ക്? അങ്ങോട്ടല്ലേ പോകുന്നത്? വാ, അങ്ങോട്ട് പോണ സീതമ്മ. കാര്യം എന്താണെന്ന് പറയുന്നേ.
രുദ്രപ്രതാപ് അവര് രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും വൈകരുത്. എന്തൊക്കെ ചെയ്യേണ്ടെന്ന് അറിയാലോ. എന്റെ സ്നേഹം തട്ടിയെടുത്തതിന് ആ വാണിയുടെ ജീവൻ തന്നെ നശിപ്പിച്ചത് ഞാനാ. മോളെ, എന്താ നിനക്ക് പറ്റിയത്? ഈ നിന്ന് നിൽപ്പിന് പേടിക്കാൻ ഇപ്പൊ എന്താ ഉണ്ടായേ? പനി വല്ലതും പിടിച്ചോ? അതോ അനിയുടെ ടാബില് ഹൊറർ മൂവി വല്ലതും കണ്ടോ നീ? മോളെ, ഈ സീതമ്മ നിന്റെ കൂടെ ഉള്ളപ്പോ നീ ഒന്നിനെയും പേടിക്കേണ്ട ഒരാവശ്യമില്ല. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഇന്ന് എന്റെ ബർത്ത്ഡേ അല്ലേ? നീ ഇങ്ങനെ കരഞ്ഞെന്നാ എനിക്ക് ശരിക്കും വിഷമാവൂട്ടോ. സീതമ്മ, ഞാനിത് പറഞ്ഞു കഴിഞ്ഞ നീ ദേഷ്യപ്പെടില്ലല്ലോ? നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാലാ ഞാൻ വഴക്ക് പറയാറ്. എന്താന്ന് വെച്ചാ നീ പറയേ. സീതമ്മ, ഞാൻ അവിടുന്ന് വെള്ളം കുടിച്ച് വരുമ്പോഴല്ലേ ബഡ്ഡി ബംഗാരി അമ്മ ആന്റി ഫോണില് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്ത് സംസാരിച്ചേ? ആ വാണിയില്ലേ, എന്റെ സ്നേഹത്തിന് തടസ്സം നിന്ന കാരണം അവരെ കൊന്നു കളഞ്ഞു എന്ന്. എന്താ? വാണിയമ്മയെ കൊന്നോ? സീതമ്മ, വാണിയമ്മ എന്ന് പറഞ്ഞ അച്ഛന്റെ അമ്മയല്ലേ, എന്റെ മുത്തശ്ശിയല്ലേ. അവരെ ബഡ്ഡി ബംഗാരി അമ്മ ആന്റി കൊന്നു കളഞ്ഞു എന്ന്. അവര് ചീത്ത സ്ത്രീയാണോ? സീതമ്മ, ബഡ്ഡി ബംഗാരി അമ്മ ആന്റി അന്നെന്തോ പറഞ്ഞിരുന്നെന്ന് പറഞ്ഞില്ലേ, അതെനിക്കിപ്പോ ഓർമ്മ വന്നു. അവരെന്താ പറഞ്ഞത്? ആ സിഹി ജനിച്ചതിന്റെ തെളിവ് പോലും ബാക്കി വെക്കില്ല എന്ന് പറഞ്ഞിരുന്നു. സീതമ്മ, പേടിയാവുന്നുണ്ട്. ഒന്ന് വേഗം പോവോ പ്ലീസ്? നീ സിഹി അവിടെ സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ലെറ്റർ വായിച്ച് നീ എന്നെ ഒന്ന് വിളിക്കുകയാണെങ്കിൽ ഞാൻ എല്ലാം വ്യക്തമാക്കാം. ആര് കാരണം അപകടം ഉണ്ടാവുകയെന്ന് നിങ്ങൾ പറഞ്ഞില്ല. അങ്ങനെ ആരാ ഇവിടെ ഉള്ളത്? ക്രിക്കറ്റ് അങ്കിൾ ലോയർ ഓഫീസിലേക്ക് പോയി സൈൻ ചെയ്യാൻ മാത്രമാ ബാക്കി. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിരുന്നു. ഇതൊക്കെ ആരോടാ മോളെ പറയുന്നത്? ഫോണിൽ ആരോടോ സംസാരിക്കുന്നുണ്ടായിരുന്നു. സീതയും സിഹിയും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അണ്ണാ, അവരെ ഫോളോ ചെയ്തോണ്ടിരിക്കുക. ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവരിനി റാമിനെ മീറ്റ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് ജോലി തീർത്ത് തിരിച്ചു വാ. നോക്കി നിൽക്കുന്ന എന്താടാ? തീർക്കണം. എടുക്ക്.
സീത, മോളെ, സീത, 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 ആരെങ്കിലും ഒരു ആംബുലൻസ് വിളിക്കാൻ നോക്ക്. ആംബുലൻസ് വിളിക്കാൻ. സീത, ഹലോ, ആംബുലൻസ് സർവീസ്. സീത, ബേബി, നിന്റെ അച്ഛൻ വന്നു മോളെ. നിനക്കൊന്നും സംഭവിക്കില്ല. അച്ഛനുണ്ട് മോളെ, അച്ഛനുണ്ട്. സീത, 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 അയ്യോ, എന്താ സംഭവിക്കുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ സംസാരിക്കുന്നത് നിങ്ങളാരും കേൾക്കുന്നില്ലേ? പ്ലീസ് എഴുന്നേക്ക് ചക്കര, എഴുന്നേക്ക് പോന്നെ. നിന്റെ ഫ്രണ്ടാ ഇവിടെ ഇരിക്കുന്ന. എഴുന്നേക്ക് പോലെ. ഒന്ന് വേഗം വാ പ്ലീസ്.
അവിടെയും ഞാനുണ്ട് ഇവിടെയും ഞാനുണ്ട്. എന്താ ഇതൊക്കെ? അച്ഛാ, അച്ഛാ. അയ്യോ ഭഗവാനെ, എന്റെ സീതയ്ക്ക് സീക്ക് ഒന്നും വരരുതേ, കാത്തോണേ ഭഗവാനെ. അച്ഛാ, എനിക്ക് ഒരു കുഴപ്പമില്ല അച്ഛാ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അച്ഛാ, സീതമ്മ, സീതമ്മ. അല്ല, എന്റെ സീതമ്മക്ക് എന്താ പറ്റിയത്? ദൈവമേ, ദൈവമേ, എന്റെ സീതമ്മയ്ക്ക് ഒന്നും പറ്റില്ലേ? പ്ലീസ് ദൈവമേ. എനിക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ എന്താ അവരാ റൂമിൽ വെച്ചിരിക്കുന്നത്? ഇവിടെ ഒരു സിഹി, അവിടെ ഒരു സിഹി. അതെങ്ങനെയാ അച്ഛാ? ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? എന്താ സീത ഇങ്ങനെയൊക്കെ? നിങ്ങളെ ഒറ്റയ്ക്ക് ഞാൻ ലോയർ ഓഫീസിൽ നിന്ന് പറഞ്ഞുവിടാൻ പാടില്ലായിരുന്നു. നിങ്ങളില്ലാതെ എന്താ ചെയ്യേണ്ടെന്ന് പോലും എനിക്കറിയില്ല. അച്ഛാ, കരയല്ലേ? സീതമ്മക്കെല്ലാം വേഗം ശരിയായിക്കോളും. എനിക്കും ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ കരയല്ലേ? സർ, സീതയുടെ കൂടെ വന്ന ആളാണ്. അതെ, എന്താ പറ? ഓപ്പറേഷൻ നടത്തണം. ഈ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് സൈൻ ചെയ്യണമായിരുന്നു. ഓപ്പറേഷൻ? സർ, ഇവിടെ എല്ലാം സൈൻ ചെയ്യണം. എവിടെയൊക്കെ സൈൻ ചെയ്യണം നേരത്തെ ഒന്ന് പറഞ്ഞൂടെ? ഇതൊക്കെ ഞങ്ങളുടെ ഫോർമാലിറ്റിയാണ് സർ. നിങ്ങൾക്ക് മനുഷ്യന്റെ ജീവനാണോ അതോ നിങ്ങളുടെ ഫോർമാലിറ്റീസ് ആണോ വലുത്? എനിക്ക് എന്റെ ഭാര്യയെ തിരിച്ചു വേണം, എന്റെ മകളെ എനിക്ക് തിരിച്ചു വേണം. ആദ്യം പോയി ട്രീറ്റ്മെന്റ് കൊടുക്കും പേഷ്യന്റിന്. അച്ഛാ, എന്തിനാ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നേ? എനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ ഇവിടെ തന്നെയുണ്ട്. ദാ നോക്കച്ചാ, നോക്കച്ചാ. എടാ, എന്താ അവരുടെ അവസ്ഥ? എടാ രാമ, നീ ധൈര്യമായിട്ടിരിക്കേ, ഒന്നും സംഭവിക്കില്ല. അക്കോശങ്കൾ, ഞാൻ പറഞ്ഞിട്ട് അച്ഛൻ കേൾക്കുന്നില്ല. നിങ്ങളൊന്ന് പറ. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല അശോക. രണ്ടുപേരും ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ കിടക്ക. സീതയ്ക്ക് എന്തോ ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. സിഹിയെ കുറിച്ച് ഒരു അപ്ഡേറ്റും തന്നിട്ടില്ല. എടാ, ധൈര്യമായിട്ടിരിക്കേ, എല്ലാം ശരിയാകുന്നേ. നീ ഇവിടെ ഇരിക്കേ, ഞാൻ ഒന്ന് അപ്ഡേറ്റ് ചോദിക്കട്ടെ. ഡോക്ടർ, സീതയ്ക്ക് എങ്ങനെയുണ്ട്? സീതയുടെ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാലേ കണ്ടീഷൻ എന്താണെന്ന് പറയാൻ പറ്റൂ.
ഡോക്ടർ സിഹിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അതിന് എനിക്കെന്താ പറ്റിയേ? ഞാൻ ഇവിടെ ഉണ്ടല്ലോ. എന്തെങ്കിലും പറയണം സർ, പ്ലീസ്. സോറി റാം, സോറി പറഞ്ഞതിന്റെ കാരണം മനസ്സിലായി കാണുമല്ലോ. നിങ്ങളുടെ മകള് ഇനിയില്ല റാം. നിങ്ങൾ എന്താ പറയുന്നത് ഡോക്ടർ? എടാ ഇവരെന്താ ഈ പറയുന്നേ? നോ നോ, ദിസ് കാൻ ബി ട്രൂ.